ഒരുപാട് ലെയറുള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ ബ്രെഡ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് വെജിറ്റബിൾസും വേണം. 4 മുട്ട എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം 4 മുട്ടയിലോട്ട് നമ്മൾ പാകത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി പാനിലോട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് ഇതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ ആയിട്ട് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു സൈഡായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതായത് സവാള, പച്ചമുളക്, തക്കാളി, മല്ലിയില ഇത്രയും ഇട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഇനി മറ്റേ സൈഡും നമ്മൾ ഇതുപോലെ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അത് വെച്ച് പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇടാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ലെയർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഓരോ സൈഡും ആയിട്ട് നമ്മൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഓരോ ലെയറിലും മോസറല്ല ചീസും കൂടി ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസും എല്ലാം ഇട്ട് നന്നായി ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്രെഡിലോട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് നല്ല രീതിയിൽ വയറ് നിറയെ കഴിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.